ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസ് ഒന്നുമല്ല കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ക്ലിപ്പുകളൊക്കെ കൂട്ടി ഒരു വീഡിയോ ആക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ എവിടെയും പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി പോണേ കേട്ടോ. പക്ഷേ എല്ലാവരും ഇല്ല, കുറച്ച് പേര് കുറവാണ്. പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മൾ ഫോട്ടോച്ചിക്കാട്ടോ പോകുന്നത്. എൻ്റെ വീടിൻ്റെ ഇത്രയും അടുത്ത് കിടന്ന സ്ഥലമായിട്ട് പോലും ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഫോട്ടോച്ചിക്ക് പോകുന്നത്. അപ്പോൾ നിലു ആണെങ്കിൽ കാറി കയറുന്ന ഇച്ചിരി എന്താ പറയുക, ഭയങ്കര കുസൃതിയായിരുന്നു കാര്യം. ആൾക്ക് കൂടുതലും ബൈക്ക് കാര്യങ്ങളിലൊക്കെ പോകണമായിട്ട് ഇഷ്ടം, ടൂ വീലറിലൊക്കെ പോകണതാണ് ഇഷ്ടം. കാറിൽ പോകണമെന്നും അധികം നേരമൊന്നും കാറിലൊന്നും ഇരിക്കില്ല കേട്ടോ. പോകുമ്പോൾ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് കടയിൽ ഒന്ന് നിർത്തി നിലുവിനും കുൽസുനും സ്നാക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ ഫോട്ടോച്ചിയിൽ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. സിനിമയിലും ചില വീഡിയോസ് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഫോട്ടോച്ചി പോകുന്നത്. ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ട് പോലും ആദ്യമായിട്ടാണ് പോകുന്നത്. ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ തന്നെ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഉപ്പിലിട്ട സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പാകത്തിന് കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കായി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി തുടങ്ങി. അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ. മറ്റേ ഈ തിരുമാലയൊക്കെ അടിച്ച് വന്നാണ് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ പ്രാവും കുട്ടികൾ, എന്തോരം പ്രാവായിരുന്നു എന്നറിയോ, ഒരുപാട് പ്രാവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാപ്പിച്ച് കപ്പി വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അത് നമ്മുടെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഞാനും ഇട്ട് കൊടുത്തു. പക്ഷേ എനിക്കുണ്ടല്ലോ പെട്ടെന്ന് ചിറകടിച്ച് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് നമുക്കൊരു പേടി തോന്നുമല്ലോ. പക്ഷേ വാപ്പിച്ച് കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രാവ്. പിന്നെ എനിക്ക് എവിടെ പോലും ചോളം കണ്ടാൽ ഞാൻ വാങ്ങിച്ച് കഴിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കേട്ടോ ചോളം. ഞാൻ എവിടെ പോയാലും ചോളം കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്ങും ചെയ്യണമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ പതിയെ എന്താ പറയുക, ആ ഒരു പാർക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി. കുറേ സാധനങ്ങൾ അങ്ങനത്തെ കുഞ്ഞു കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് പറ്റിയ കുറേ സാധനങ്ങൾ തോന്നി. എനിക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും വാങ്ങിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പതിയെ ഫുഡ് കഴിക്കാനായിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നല്ല സീ ഫുഡുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകാറുണ്ട്. പോണ വഴിക്ക് നമ്മൾ പല ഫിലിംസും ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൗതുകം തോന്നിയതൊക്കെ കണ്ടപ്പോൾ. പിന്നെ എനിക്ക് ഇവിടുത്തെ ആ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രത്യേക ഒരു വൈബായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. അപ്പോൾ നല്ല എന്താ പറയുക, വാളയോ അങ്ങനെ എന്തോ ഒരു ഫിഷ് ആയിരുന്നു, കറക്റ്റ് ഞാൻ ഓർക്കണില്ല കേട്ടോ. പിന്നെ കൂന്തൽ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വക വലിയ മീനുകളൊന്നും കഴിക്കത്തില്ല. പിന്നെ എനിക്ക് കൂന്തൽ ആ വക ഐറ്റംസ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിങ്ങനെ കുഞ്ഞു മീനുകളൊക്കെ ആണെങ്കിൽ കഴിക്കും, അതായത് ചാള, കൊഴുവ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, അല്ലെങ്കിൽ ബീഫ്, ചിക്കൻ ഈ വക ഐറ്റംസ്. മീൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള വിഭവമല്ല, അപ്പോൾ ഞാനത് അങ്ങനെ കഴിക്കില്ല. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടോ. കാരണം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു എന്താ പറയുക, ആ മസാലയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ ഗ്രില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ മീൻ കഴിക്കാത്ത ആളാണ്, ഒരുപാട് മീൻ കഴിക്കാത്ത ആളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു വലിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. അവിടെ നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിലും കുൽസും ഓരോ റൈഡുമ്പോൾ കയറി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു പാർക്കായിരിക്കും കേട്ടോ. അവർക്ക് എന്തായാലും അവർ മാക്സിമം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാപ്പിച്ചു പറഞ്ഞു, അതിൻ്റെ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കുറേ മീനുകൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനുകളാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് വാപ്പിച്ചു തോന്നുന്നു നമുക്ക് നല്ല മീനാണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വാപ്പിച്ചു പോയപ്പോൾ ഞാനും കൂടെ പുറകെ പോയിട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസ് ഒന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മിസ്റ്റേക്കുകളും അതിൻ്റേതായ പോരായ്മകളൊക്കെ ഈ വീഡിയോസിൽ കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.